നമുക്ക് ശിവരാത്രി വ്രതം എടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിന് എന്തിനാണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ വ്രതങ്ങളൊക്കെ എടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വന്നിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് എനിക്കൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ, അതായത് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന പോലെ തോന്നും. കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ കുറേ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറി നമുക്കൊന്ന് റിലാക്സ് ആവണ പോലെ തോന്നില്ലേ. അപ്പോൾ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മൾ വ്രതം എടുക്കുമ്പോഴുണ്ടാവുക. കാരണം നമുക്ക് കുറേ വലിച്ചു വാരി ഫുഡൊന്നും കഴിക്കില്ല, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഫുഡ് കഴിക്കും. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്താ പറയുക, വ്രതം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുളിച്ച് ഞങ്ങളല്ലേ കുറിയൊക്കെ തൊട്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ കുളിച്ച് നമ്മൾ തരണം, നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതുപോലെ നമ്മൾ വിചാരിക്കും ഓക്കെ വ്രതം എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നല്ല ചിന്തകൾ പോലെ സയന്റിഫിക്കലി എന്തൊക്കെയുണ്ട് ഒരു കോസ്മിക് ഇവന്റ് നടക്കുന്നുണ്ട് ഈ നൈറ്റ് കൊണ്ട് നമ്മളുടെ നട്ടെല്ലാം ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എന്തോ ഗുണം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓം നമഃ ശിവായ കണ്ണടച്ച് ചൊല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം പോലെ തോന്നും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ പുരാണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള കുറേ കഥകളൊക്കെ ഉണ്ട്. രാത്രിയുടെ അന്നാണ് നമ്മൾ ശിവന്റെയും പാർവതിയുടെയും സംഗമം ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ പാലാഴി മഥനത്തിന്റെ സ്റ്റോറി അറിയാലോ. പാലാഴി മഥനത്തിന്റെ സമയത്ത് നമുക്ക് അമൃത് വന്നപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള വിഷം മഹാദേവൻ എടുക്കുന്നു. അത് ഉള്ളിലോട്ട് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ പാർവതി ദേവി വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നതും അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. ആ നടന്ന ദിവസം, അതായത് നമ്മളുടെ ഹോൾ വേൾഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ആ ഒരു വിഷം അകത്തോട്ട് കഴിച്ചു എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ആ അങ്ങനെ നടത്തിയൊരു ദിവസം കൂടെ ഉണ്ട് കേട്ടോ. ശിവലിംഗത്തിൽ ആദ്യമായിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട ദിവസം ഈ ഒരു ദിവസത്തെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഈ ശിവരാത്രി ദിവസം. അപ്പോൾ മഹാദേവനെ പൂജിക്കാനും ക്ഷിപ്രപ്രസാദിയാണെന്നാണല്ലോ പറയാം മഹാദേവനെ നോക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിവോഷണൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയോ റിസൾട്ട് വരുന്ന പോലെ നമുക്ക് തന്നെ തോന്നും അല്ലേ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ്. നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ മൈൻഡിനെ ഇങ്ങനെ കാമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അത് നമ്മൾ ചെയ്യുന്നു. അത്രയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനത്തെ ബന്ധപ്പെട്ട എന്തെങ്കിലും സയന്റിഫിക് റീസൺസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശിവരാത്രി വ്രതം എടുക്കേണ്ടത് അങ്ങനത്തെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.